ഹലോ ഹലോ, സങ്കീർത്തന സ്പാ സെന്റർ ആരാണ്? ആ ചേച്ചി, അവിടെ ഒഴിച്ചിലിനും പിഴിച്ചിലിനും എത്ര രൂപ റേറ്റ്? ഈ ഒഴിച്ചിലിനും പിഴിച്ചിലിനും റേറ്റ് എന്ന് പറയുമ്പോ അതായത് 90 മിനിറ്റിന് 6000 രൂപ, 60 മിനിറ്റിന് 3000 രൂപ, അരമണിക്കൂറിനത്തേക്കാ 1000 രൂപ, 10 മിനിറ്റ് ആണെങ്കിലാ 500 രൂപ. ഒരു 150 അങ്ങോട്ട് എന്നാ വന്ന് കാണാൻ പറ്റുമോ? എന്നെ കൊണ്ട് നേരം വെളുത്ത് വരെ വർത്താനം പറയിപ്പിക്കരുത് കേട്ടോ. എടോ, ഞാനിപ്പോ നിങ്ങളെ ഇതിൽ കൂടെ 2 ആട്ടാട്ടിയാ നിങ്ങൾ പറയും ഞാൻ ഇതിന്റെ പ്രൊമോഷൻ ചെയ്യുവാണെന്ന്. അതെന്തോന്ന് മനസ്സിലായില്ല. അതിലെ വരും ഓരോ കാര്യങ്ങളായിട്ട്. ഹലോ ഹലോ ഹലോ, ഫോൺ കട്ടായില്ലേ? ഹലോ 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 ഹലോ, ഇവിടെ ഇത് ഡ്രോയ്ക്കകത്തോട്ട് ഇറങ്ങി വന്നാന്നു. അല്ല, ഞാനിപ്പോ ഇതിങ്ങനെ കടന്നു വന്നാ. ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? ഇല്ല, എന്നെ ഒരു സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടാവാൻ ഒരു എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ ഈ തടവ് എങ്ങനെയാണ്? അയ്യോ, അത് സാറ് ചെയ്യുന്ന കുറ്റം പോലെ ഇരിക്കും. കുറ്റോ? ഈ തടവും ശിക്ഷയൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു. തടവ് ശിക്ഷ മറ്റേ മസാജ് ഒഴിച്ചിലൊക്കെ അതാണോ? ആ, സ്പാനിഷ് ഉണ്ട്, ടർക്കിഷ് ഉണ്ട്, തുർക്കിഷ് ഉണ്ട്, വാനിഷ് ഉണ്ട്, മാനിഷ് ഉണ്ട്. സ്പാനിഷ് വേണ്ട, ടർക്കിഷ് വേണ്ട, തുർക്കിഷ് വേണ്ട, സ്പാനിഷ് വേണ്ട, മാനിഷ് വേണ്ട. പിന്നെന്താ വേണ്ടേ? നല്ല നാടൻ തടവ. നല്ല നാടൻ തടവ തരാം. എന്ത് പറ്റി? പറഞ്ഞപ്പോ തന്നെ ഒരു കിളി. ഈ സാറിന്റെ ഒരു തമാശ രാവിലെ തന്നെ എനിക്ക് വയ്യ. പിന്നെ എന്നെ മൊത്തത്തില് തടവി ഒന്ന് എടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? അത് 2 സെക്കൻഡ് മതി. 90 മിനിറ്റിന്റെ ഉണ്ട്, 60 മിനിറ്റിന്റെ ഉണ്ട്. സാറിന് ഏതാ വേണ്ടത്? അല്ലെ 90 മിനിറ്റിന്റെ എന്ന് പറയുമ്പോ? 90 മിനിറ്റിന്റെ എന്ന് പറയുമ്പോൾ അടി മുതൽ മുടി വരെ. കേശാദിപാദം ഒഴിച്ചിൽ. അതെ. അപ്പോ കേശാദിപാദം ഒഴിച്ചിലിന് എത്രയാണ് റേറ്റ്? സാർ റേറ്റ് വരുന്നത് 3000 രൂപ. അപ്പൊ ഒഴിച്ചില് മാത്രല്ല, നല്ല പിഴിച്ചിലും ഉണ്ട്. സാർ രാവിലെ വലിയ ഫോമിലാണല്ലേ. സാർ താണ്ടി ഫോമിങ് ഫില്ല് ചെയ്ത് തന്നെ. ഓ, ആയിക്കോട്ടെ. സാറിന്റെ ഒരു കാര്യം. സാറിന്റെ പേരെന്താ? കിഷ്കിന്ദ കണ്ടോ? അല്ല, കിഷ്കിന്ദ രാജ്. ആക്ച്വലി അതൊരു ഫേക്ക് നെയിമാണ്. അല്ല, സാറിന് എപ്പോഴാ ട്രെയിനോ? അല്ല, ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് വരച്ചു വെച്ചേക്കുന്നു. അയ്യോ, റെയിൽവേ ഗേറ്റ് അല്ല, അതിന്റെ ഒപ്പാണ് 3 വര ഇങ്ങനെ 2 വര ക്ലോസ്. മതി സാർ, മതി. സാറേ, അതെ, സാറിന് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? യാതൊരു കുഴപ്പമില്ല. അതെ, അപ്പൊ സാർ പിന്നെ എന്തിനാ ഇവിടെ ഒഴിയാൻ വന്ന? എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ശരിക്കും പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു നടുവേദന ഉണ്ട്. ഓ, അത് വലിയ നടുവേദന ആവണേക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചേക്കാം എന്ന് കരുതി. നമ്മുടെ കാരണന്മാര് പണ്ട് പറയാറില്ലേ, ഈ അസുഖം വന്നതിന് മുമ്പ് ചികിത്സയൊക്കെ നല്ലതാണല്ലോ, അതിന് മുമ്പേത്തേക്ക് ചികിത്സയൊക്കെ നല്ലതാണല്ലോ. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് എക്സ്ക്യൂസ് മീ, ആ വെള്ളം എടുത്തേ. പിന്നെന്താ? അയ്യോ, എന്തിനാ? സാറിന് പനിയുണ്ടോ? ഇല്ലല്ല, പനിയുടെ ഗുളിക നേരത്തെ കഴിച്ചതാ. ഇനിയിപ്പോ അടുത്ത ആഴ്ച വല്ല പനിയും വന്നാലോ? ഞാനെല്ലാം അഡ്വാൻസ്ഡ് ആണ്. എല്ലാം അഡ്വാൻസ് ആണല്ലേ? എനിക്കറിയില്ലേ, നമ്മളൊക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് കാലഘട്ടത്തേക്കിടെയാണ് ജീവിച്ചു പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ബർത്ത്ഡേ, അഡ്വാൻസ് വാലന്റൈൻസ്, അങ്ങനെയൊക്കെയല്ലേ? അതെ. പക്ഷെ ഇവിടെ അഡ്വാൻസ് അല്ല, ഇവിടെ ഫുൾ പേയ്മെന്റ്. ഫുൾ പേയ്മെന്റ് ആണോ? അതെ. എന്നാ പറയണ്ടേ 10ന്റെ നോട്ടിലും 100ന്റെ നോട്ടിലും ചിരിക്കുന്നു. അല്ല, അതിപ്പോ ഇവിടെ പാടേണ്ട കാര്യം അല്ല. ഞാനിങ്ങനെ അസ്ഥാനത്ത് പാട്ടൊക്കെ പാടും. സാറേ, അങ്ങനെയാണെങ്കിലേ നമുക്കങ്ങ് മസാജിങ് തുടങ്ങിയാലോ? ആരാണ് ഇവിടെ മസാജ് ചെയ്യുന്നത്? സാറേ, അതായത് ഇവിടെ 2 ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അത്യാവശ്യ ഘട്ടത്തിന് അങ്ങ് ലീവ് എടുത്തു പോയി. സാറേ, മാഡം ഇവിടെ ഇല്ല. അത് കാരണം ഞാനായിരിക്കും സാറിനെ തടവുന്നത്. സോറി, വേണ്ട. ലേഡീസ് എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ? അല്ല, അതെന്താ സാറിന് അങ്ങനെ? അത് വേറൊന്നല്ല, എന്റെ ഈ ഭാര്യ പോയതിനു ശേഷം അന്യ സ്ത്രീകൾ എന്റെ ദേഹത്ത് ടച്ച് ചെയ്തത് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മതി, സത്യം. കാണുന്നില്ലല്ലോ. അയ്യോ, വടിയെടുക്കുവാണ് എന്നെ തല്ലാൻ. വടിയല്ല, പിന്നെ ഒരു ഫോട്ടോ. എനിക്ക് ഒരു സെൽഫി തരൂ. എന്റെ കാര്യത്തിന്
13 വർഷമായി സാറേ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ആണോ? ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും പറയുന്നത് മലയാളിയാണോ, കറുത്തതാണോ, വെളുത്തതാണോ, വയസ്സെത്ര ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ പുരുഷൻ തിരുമിയാ മതിയെന്ന് ആരും ചോദിച്ചിട്ടില്ല സാർ. എനിക്ക് എന്താ അറിയത്തില്ല, സാറിനോടൊക്കെ ഒരു ക്രഷ് തോന്നുവോ? ക്രഷ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ബ്രഷ് വെച്ച് ചുമ്മാ അടിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അല്ല ബ്രഷ് അടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അല്ല 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 ലേഡീസ് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. പ്ലീസ്. സാറിപ്പോ ഇവിടെ ഇറങ്ങിപ്പോയി ആ CC ക്യാമറയ്ക്കകത്തൂടെ കണ്ടോണ്ടിരിക്കുന്ന മാഡം പറയും എന്റെ കഴിവുകേട് കൊണ്ട് സാറ് പോയത്. അത് സാറേ 2 ദിവസമേ ആയുള്ളൂ സാറേ ഇവിടെ ജോലി കയറിയിട്ട്. പോവല്ല സാറേ. ദൈവമേ, ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി സാറേ, എനിക്ക് വേണ്ടി സാറ്. കുട്ടിക്ക് വേണ്ടി മാത്രം. ഓക്കെ. പക്ഷെ എന്റെ മേഘത്ത് തുടരുത്. തൊടില്ല ഞാൻ. ഗ്ലൗസ് ഇടണം. ഇടും ഞാൻ. ഉറപ്പാണോ? ഉറപ്പാ. സത്യം ചെയ്യേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ആണോ? സത്യം. സത്യമായിട്ട് ഓക്കെ ആണോ? സത്യമായിട്ട്. സാർ ഇങ്ങോട്ട്. സാർ വന്നിട്ടേ ആ ഷർട്ട് അങ്ങ് ഊരി സാറേ. അയ്യോ അയ്യോ, നോ നോ, നെവർ, ഒരിക്കലുമില്ല. എന്റെ ഭാര്യ പോയതിനു ശേഷം ഒരു അന്യ സ്ത്രീയുടെ മുമ്പിൽ ഞാൻ ഷർട്ട് അഴിക്കണമെന്ന്. ഷർട്ട് അഴിക്കാൻ പറ്റില്ല. എന്തൊരു ജെന്റിൽമാൻ ആണ് സാർ നിങ്ങൾ. പക്ഷേ ഞാൻ അല്ല കുഴപ്പമില്ല. നിക്കറുണ്ട്. വീണ്ടും വീണ്ടും സാർ എന്നെ അങ്ങ് ഞെട്ടിച്ചോണ്ട് ഞാൻ ഞെട്ടിച്ച് കൊത്തി ഞാൻ. അയ്യോ, ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് സാറേ. കിടന്നോളൂ. ഓക്കെ. അതെ. പതുക്കെ ഒന്ന്. ഗ്ലൗസ് ഉണ്ട്. മസിലാണ് സാറേ. അയ്യോ പതുക്കെ പിടിക്കാൻ, മസിൽ പൊട്ടിത്തെറിക്കും. മസില്. എക്സ്ക്യൂസ് മീ. അയ്യോ, ആരോ ഒരു കസ്റ്റമർ വന്നെന്ന് തോന്നുന്നു സാറേ. നോക്കട്ടെ. നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ്. ചിലപ്പോൾ സ്റ്റാഫിന്റെ പിഴവ് കൊണ്ടാകാം, അല്ലെങ്കിൽ കേറി വന്നവന്റെ ധൃതി കൊണ്ടാകാം. കണ്ടിന്യൂ. എക്സ്ക്യൂസ് മീ, ഇവിടെ ആരുമില്ലേ? സാറേ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു സാറേ. ഒരു മിനിറ്റ് സാറേ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആരാണ് ഒന്നും പ്രതികരിക്കാത്തത്? കൊച്ചു കണ്ടിന്യൂ ചെയ്യൂ. ഇവിടെ ആരുമില്ലേ? എക്സ്ക്യൂസ് മീ. സാറേ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു സാറേ. എന്റെ പണി പോയി. അയ്യോ ഞാനൊന്ന് നോക്കാം. വേണ്ട. ഞാൻ പോയിച്ചോടാം. ചുമ്മാ ഫ്ലോ കളയാനായിട്ട്. അയ്യോ എന്തോന്നാ? എന്റെ മോൻ. സാറ് പേടിക്കുന്ന എന്തിനാ? സാർ നടുവേദനയുടെ ട്രീറ്റ്മെന്റ് അല്ലേ ഇവിടെ വന്നേ? എന്റെ പൊന്നു കൊച്ചേ, അവൻ അടുപ്പിക്കരുത്. അവൻ വെറും മെനകെട്ട പയ്യൻ. അയ്യോ, അപ്പനേക്കാൾ മോശം. എന്നെ എവിടെയെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യൂ പ്ലീസ്. എന്റെ ജോലി പോകാതിരിക്കാൻ ശ്രദ്ധിച്ചത് സാറാ. തീർച്ചയായിട്ടും ഞാൻ സാറിനെ രക്ഷിക്കും. പേടിക്കണ്ട, ഹൈഡ് ചെയ്യും. സാർ പേടിക്കണ്ട. ധൈര്യമായിട്ട് ആളുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഈ സ്പൈഡർ സ്റ്റാഫാണ് സാർ. ഈ ഫോട്ടോ കാണുന്ന ആളെ ഇല്ല. ഒന്ന് ഓർത്ത് നോക്ക്, ഈ ഫോട്ടോ കാണുന്ന ആളെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് നോക്ക്, ഈ ഫോട്ടോ കാണുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ തലയാട്ടലുണ്ട്. എന്റെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇല്ല. എന്റെ അച്ഛൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഇല്ല. CC ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ. CC ക്യാമറയ്ക്കകത്തൂടെ എല്ലാം കണ്ടോണ്ടിരിക്കുക. കണ്ണിലോട്ട് നോക്ക്. അതാരും എടുത്തുണ്ടോ? ആറുണ്ട്. സാറേ ഇങ്ങനെ അതിക്രമിച്ച് കയറാൻ പാടില്ല എന്നാ പറയുന്നേ. Booker Washington was an American boy. He was lived in a village. This is KSRTC Comfort Station. Medulla oblongata of the ear. Satisfaction, multiple personality disorder. നീ എന്താ ഇവിടെ? ഞാനൊരു ചെറിയ റെഫറൻസ് നടത്താൻ വേണ്ടി വന്നതാണ്. കട്ടിലടിയിലാണ് റെഫറൻസ് ഉണ്ടാക്കുന്നത്. അല്ല, ഇവിടെ നല്ല റിലാക്സേഷൻ ഉണ്ട്. സത്യം പറ, എന്തിനാ ഇവിടെ വന്നതെന്ന് പറ. എന്റെ പൊന്നടാവേ, സത്യം ഞാൻ പറയാം. ഞാൻ പെൻഷൻ മേടിക്കാൻ വേണ്ടി വന്നതാ. ഇത് പെൻഷൻ മേടിക്കാൻ വന്നില്ല, ഉള്ള പെൻഷൻ കൊണ്ട് കളയാൻ വന്നേ. സാറിന് ഭയങ്കര നടുവേദന എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു തിരുമലിന് വന്ന അദ്ദേഹത്തിന്. അയാൾക്ക് ഒരു ഗുരുവില്ല. നടുവേദനയുള്ള ആരെങ്കിലും ഇരിക്കൂ. അല്ല, അത് ടെൻഷൻ കാരണം പേടിച്ചിട്ട് അദ്ദേഹം ആദ്യമായിട്ടൊരു സ്പാ സെന്ററിൽ വരുന്നതല്ലേ. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ എറണാകുളത്ത് എത്ര സ്പാ ഉണ്ടെന്ന് അങ്ങനെ കണ്ണു കൊടുത്തോണ്ട് പറയും. എനിക്കറിഞ്ഞൂടെ? ആര് പറഞ്ഞു? ഇയാളാ
കൊച്ചിങ്ങോട്ട് വാ. അല്ല ചുക്കില്ലാത്ത കഷായം പോലെ എന്റെ അച്ഛയില്ലാത്ത സ്പാ ഇല്ല. അറിയാമോ? പോരാത്തതിന് പട്ടായയിൽ 8 അടി പൊക്കമുള്ള ഒരു ഫ്ലെക്സ് ആണ് ഒരു സ്പായുടെ ഫ്രണ്ട് വെച്ചേക്കുന്ന. മേലെടുത്ത് രാഘവൻ നായർ ഈ സ്പായുടെ ഐശ്വര്യം. മലേഷ്യൻ ഗവൺമെന്റ് തപ്പിക്കൊണ്ട് കിടക്കുക. 2027 കലണ്ടറിൽ ഇങ്ങനെ പടം വെച്ച് അടിച്ചിറക്കാൻ വേണ്ടിട്ട്. അറിയാമോ? സാറേ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അദ്ദേഹത്തിന് വേണമല്ലോ ഇത്രയും പ്രായമായി ഒരു റിലാക്സേഷൻ വേണമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യ പോയതിനു ശേഷം ഒരു റിലാക്സേഷൻ അദ്ദേഹം ഇല്ല. ഭാര്യ പോയാ? മരിച്ചുപോയില്ലേ? ഇങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയാണ്. അതെ, മരിച്ചുപോയി. എന്റെ സഹോദരിക്ക് പ്രഗ്നന്റ് ആയിട്ട് അവരെ 10 ദിവസം നോക്കുമ്പോൾ ആ ഗ്യാപ്പിൽ കുന്തളിക്കാൻ വന്നത്. പിന്നെ ആര് പറഞ്ഞു എന്റെ അമ്മ മരിച്ചു എന്ന്? ഉമ്മ ആവശ്യമില്ലാത്ത പരിപാടിക്ക്. പക്ഷേ സാറേ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജെന്റിൽമാൻ ആണ്. കാരണം ഇവിടെ വന്നപ്പോഴേ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം ആണുങ്ങൾ മസാജ് ചെയ്താൽ മതിയെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കാം. പിന്നല്ല, ഇതാണ് അയാളെ ഏറ്റവും വലിയ നമ്പർ. ആണുങ്ങൾ മതി എന്ന് ഇയാൾ നമ്മൾ പറയും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പെമ്പിള്ളേർ ഒരു സോഫ്റ്റ് കോർണർ വെച്ചിട്ട് പ്രായമുള്ള മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചിട്ട് പയ്യെ ചെല്ലും. ഈ ഷർട്ട് അടിക്കുന്ന ആവശ്യം പറഞ്ഞായിരുന്നു. അപ്പൊ അയാൾ ഷർട്ട് അടിക്കാൻ പറ്റില്ല, മുണ്ടടിക്കാന്ന്. ഇത് എല്ലായിടത്തും ഉള്ള പരിപാടി തന്നെ. എനിക്കറിയാലോ, ഇവിടെ കാണും. അതിലെ തപ്പിയെടുത്ത് ഇങ്ങോട്ട് വന്നു. ഇത് സ്ഥിര നമ്പറാണെന്ന് ഇയാളെ. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു സാറ്. കാരണം ഞാൻ ഇദ്ദേഹത്തിന് എനിക്ക് ഇവിടെ വന്നപ്പോ തൊട്ടൊരു സംശയമുണ്ട്. ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സാർ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇവിടെ? സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്പാ തുടങ്ങിയപ്പോ തറക്കല്ലിട്ടപ്പോ പൂജാരിക്ക് ദക്ഷിണ കൊടുത്തത് ഞാനാ. എങ്ങനെ ഇരിക്കുന്നു? കൊച്ചിനൊരു കാര്യം അറിയാമോ? സ്പാ സെന്ററിൽ പറ്റിബുക്കുള്ള ഒരേ ഒരാൾ ഇയാൾ. സ്പാ സെന്ററിൽ പറ്റിബുക്കുള്ള. പോരാത്തതിന് ഗോവയിൽ നിന്ന് ഞാൻ ജാമ്യത്തെ എടുത്തോണ്ടെന്നാ. എന്തിനാണെന്നറിയാമോ? ഗോവയിൽ ചെന്നിട്ട് സ്പായി കയറിട്ട് EMI ഉണ്ടെന്ന് ചോദിച്ചു. മാസാമാസം ചെല്ലായി. മാസാമാസം. അറിയാമോ? അത്രയ്ക്ക് ഞരമ്പാണെന്റെ നന്ദ. ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നെ കൊണ്ട് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിർത്തിക്കൂടാ നിനക്ക്. മേലെടുത്ത് രാഘവൻ നായർ ചെത്തയാ. അതെല്ലാവർക്കും അറിയാം. ഈ പെണ്ണിന്റെ അടുത്ത് കൂടെ പറയേണ്ട കാര്യമില്ല. എന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാം. 10-35 വയസ്സായ ചെറുപ്പക്കാരനാണ് ഞാൻ. എനിക്ക് സമൂഹത്തിൽ നിലയും വിലയുണ്ട്. മനുഷ്യരാവണം ആദ്യം. നിലയും വിലയും. എന്റെ അച്ഛനായി പോയി. ഇല്ലെങ്കിൽ കൊച്ചു മമ്മൂട്ടി ഞാൻ വരച്ചു കയറി ഭിത്തി അടിച്ചത്. ഇത്രയും കാലത്തെ എന്റെ അധ്വാനത്തിന് കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല. ഞാൻ ഈ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നതിന് കണക്കില്ല. പക്ഷേ കണക്കുണ്ട. എന്റെ അച്ഛനായോണ്ട് പറഞ്ഞല്ല, താങ്ങും തണലും ഉണ്ട്. ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര തവണ താങ്ങും? 3 തവണ. ഇത് 4 തവണ താങ്ങും. എന്നിട്ട് തണലിൽ പോയി കിടന്ന് ഉറങ്ങും. നീ പറഞ്ഞു വന്നത് കുടുംബത്തിന് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടാക്കിയിട്ടില്ല. എന്റെ അമ്മയുടെ അടുത്ത് കള്ളു കുടിക്കാൻ പൈസക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സെന്റിമെന്റ്സ് പിടിക്കാം. അല്ല വെറുതെ അദ്ദേഹത്തിന് നിങ്ങൾ ഇങ്ങനെ അങ്ങ് കിടന്ന് പറയാൻ മാത്രം പാവം. ഒരു പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. വായിലെ പെണ്ണ് നിനക്കറിയോ? ഇവൻ കുട്ടിക്കാലത്ത് മാതാരോഗത്തിനടിമയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു വിറയല്. സെന്റിമെന്റ്സ് പറയുമ്പോൾ ഡ്രാമാറ്റിക് ഫീൽ വളരെ നല്ലതാണ്. ഇനി ഒരിക്കലും എന്നെ അപമാനിച്ച ആ തറവാട്ടിലേക്ക് ഞാൻ വരില്ല. വേറെ ഏതോ സ്പാ കണ്ടു വെച്ചിട്ടുണ്ട്. അതാണ് തറവാട്ടിലോട്ട്. പത്തനാപുരത്തെങ്ങാട്ടൊരു പുതിയ സ്പാ തുടങ്ങിയ നിങ്ങളെ മക്കളെല്ലാരും കൂടി പറഞ്ഞിട്ട് അച്ഛനെ അവിടെ കൊണ്ടുനാക്ക്. എന്നിട്ട് അവിടുത്തെ ലേഡീസ് സ്റ്റാഫിനെ ഫുള്ള് വിളിച്ച് ഫുള്ളായിട്ട് കുഴമ്പ് തേച്ച് താഴെക്കെടുത്തി ചവിട്ടി തിരുമ്പി അങ്ങ് കൊല്ലാൻ പറയടാ. ഞാൻ അന്നേരേ പറഞ്ഞു നേരം വെളുത്തപ്പോഴേ എന്റെ ജോലി മുടക്കാനായിട്ട് രണ്ടുപേരോട് നിൽക്കാതെ ഇവിടുന്ന് പോവാൻ നോക്കിപ്പോ. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 3000 രൂപ ഞാൻ എണ്ണി തന്നെ. ഞാൻ ഷർട്ട് അയക്കാൻ കുഴപ്പമില്ല.